ഷേപ്പ് ഏതാണെന്നുള്ള കാര്യത്തിലും ഫേസ് ഷേപ്പ് ഏതാണെന്നുള്ള കാര്യത്തിലും ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്നാൽ നമുക്ക് നമ്മളെ സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ വേണം. അപ്പൊ എന്താ ചെയ്യുക? അതിന് വേണ്ടിയിട്ടുള്ള ഒരു 5 ടിപ്സ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു വീണസ് ന്യൂസിൽ. ഞാൻ വീണ, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐഡിയും അതോടൊപ്പം തന്നെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ബോഡി ഷേപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഫേസ് ഷേപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ സ്കിൻ ടോൺ ഏതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒക്കെയാണ് എപ്പോഴും നമുക്ക് നമ്മളെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ കൂടുതൽ സമയത്തും എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഷേപ്പ് അനലൈസ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഫേസ് ഷേപ്പ് അനലൈസ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം മേ ബി ഡയമണ്ട് ഷേപ്പ് ആണോ, ഓവൽ ഷേപ്പ് ആണോ, അതുപോലെ തന്നെ ബോഡിയുടെ കാര്യത്തിലാണെങ്കിലും പെയർ ഷേപ്പ് ആണോ, അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആണോ, അതല്ലെങ്കിൽ അവർ ഗ്ലാസ് ആണോ, അങ്ങനത്തെ ഒക്കെ കൺഫ്യൂഷൻ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഒരു ബോഡി ഷേപ്പിൽ തന്നെ എല്ലാവരും ഫിറ്റ് ആവാനുള്ളൊരു ചാൻസ് വളരെ കുറവാണ്. ഒരു 2 ബോഡി ഷേപ്പിന് മിക്സ് ആവാം. ഇപ്പോൾ ഫേസ് ഷേപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറെക്കുറെ സിമിലറായ 2 ഫേസ് ഷേപ്പ് ഒക്കെ മിക്സ് ആയി വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കൺഫ്യൂസ്ഡ് ആവുക. സോ അങ്ങനെയുള്ള ടൈമിൽ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കൂടുതലായിട്ടും പ്രപ്പോർഷൻ മാത്രം നോക്കിയിട്ട് സ്റ്റൈലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ അതിനുള്ള ടിപ്സാണ് ഇന്ന് ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഔട്ട്ഫിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്പ് നോക്കാം. അപ്പോൾ അതിനകത്ത് ജനറലായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കര പെറ്റീറ്റ് ആണെങ്കിൽ, അതായത് ഭയങ്കര ഷോർട്ടാണ്, ഹൈറ്റ് ഇല്ല, കുറച്ച് ചെറിയ ആൾക്കാരാണെങ്കിൽ എപ്പോഴും ടൈറ്റർ ആയിട്ടുള്ള ഡ്രസ്സസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബോഡിക്ക് നല്ലത്. അതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയ ഒരു ടിപ്പ്. നേരെ മറിച്ച് കുറച്ച് നല്ല നീളമുള്ളവരാണെങ്കിൽ, ഹൈറ്റ് നന്നായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ കുറച്ച് ലൂസർ ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു കൂൾ ലുക്ക് കിട്ടും ആൻഡ് ഓൾസോ ഭയങ്കരമായിട്ട് ഹൈറ്റ് തോന്നിക്കുകയില്ല. പക്ഷേ എനിക്കറിയാം ഇതുകൊണ്ട് മാത്രം എല്ലാവരുടെയും പ്രശ്നം കഴിയുന്നില്ല. ബിക്കോസ് കൂടുതൽ ആൾക്കാർക്കും വെയിറ്റുമായിട്ട് റിലേറ്റഡ് ആണ് എപ്പോഴും ഈ സ്റ്റൈലിങ്ങിൽ വരുന്ന ഒരു കൺഫ്യൂഷൻ. അതായത് ഇപ്പം ഹെവി ചെസ്റ്റ് ഉള്ളവരുണ്ടാവും, ഹെവി ബോട്ടം എന്നുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് പാർട്ടാണോ ഭയങ്കര ഹെവി ആയിട്ടുള്ളത് ആ ഭാഗത്തേക്ക് ലൂസ് ഡ്രസ്സ് ധരിക്കാൻ നോക്കുക. ആൻഡ് നെക്സ്റ്റ്, അതായത് ഇപ്പം നമ്മൾ ഹെവി ചെസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് ധരിക്കുന്ന സമയത്ത് ടോപ്പിന് കുറച്ച് ലൂസ് ആയിട്ടുള്ള ടോപ്സ് നോക്കുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരുപാട് തടി തോന്നിക്കുകയും ചെയ്യരുത് എന്നാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലൂസ് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് ടോപ്പിൽ ധരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ടൈറ്റർ ആയിട്ടുള്ള ഒരു ബോട്ടം ഇടാൻ വേണ്ടി നോക്കുക, അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഹെവി ബോട്ടം ഉള്ളവർ ആക്ച്വലി ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഹെവി ബോട്ടം ഉള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ലൂസ് ആയിട്ടുള്ള ജീൻസോ അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള സ്കേർട്ടോ വേണം ഈ ലോവർ ബോഡിയിലേക്ക് യൂസ് ചെയ്യാൻ. നേരെ മറിച്ച് അവർക്ക് ആക്ച്വലി അവരുടെ ഒരു അപ്പർ ബോഡി കുറച്ച് മെലിഞ്ഞിരിക്കുകയും കൂടി വേണം എന്നുണ്ടെങ്കിൽ അപ്പർ ബോഡിയിലേക്ക് കുറച്ച് ടൈറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് പ്രപ്പോർഷൻ ബാലൻസ്ഡ് ആവുകയും ചെയ്യും. ആൻഡ് നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് മെലിഞ്ഞിരിക്കുകയോ ഭയങ്കരമായിട്ട് തടിച്ചിരിക്കുകയോ ചെയ്യില്ല. അതേസമയം തന്നെ ഓൾമോസ്റ്റ് എവിടെയാണോ പ്രശ്നം ഉണ്ടായിരുന്നത്, ഏത് ഭാഗമാണോ കുറച്ച് ഹൈഡ് ചെയ്യേണ്ടിയിരുന്നത്, ആ ഭാഗം കുറച്ച് മെലിഞ്ഞതായിട്ടും കുറച്ച് കംഫർട്ടബിൾ ആയിട്ടും നിങ്ങൾ ഇരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തേത് ജ്വല്ലറി റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്പാണ്. ജ്വല്ലറി റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് ഫേസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഫേസിന്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ നിങ്ങളുടെ ഫേസ് ഭയങ്കര കുഞ്ഞിതാണോ അല്ലെങ്കിൽ ഫേസ് ഭയങ്കര വലുതാണോ എന്ന് മാത്രമേ അറിയുള്ളൂ എന്ന് വെക്കുക. അപ്പോൾ അങ്ങനെ ഫേസ് ഭയങ്കര ചെറിയൊരു ഫേസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ്ങർ ആയിട്ടുള്ള ഇയറിംഗ്സോ ലോങ്ങർ ആയിട്ടുള്ള നെക്ക് പീസസോ യൂസ് ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് നിങ്ങളുടെ ഫേസ് ഭയങ്കര ലോങ്ങർ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ, കുറച്ച് നീളം കൂടുതലാണ്, കുറച്ച് വലുതാണ് ഫേസ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും ഭയങ്കര നീളം കൂടിയ ഇയറിംഗ്സ് ചൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ റൗണ്ടർ ആയിട്ടുള്ള ഷേപ്പിലുള്ള ഒരു ഇയറിംഗ് ചൂസ് ചെയ്യുക, അതേപോലെ തന്നെ റൗണ്ടർ ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ചെയിൻ യൂസ് ചെയ്യുക, ഭയങ്കര ഹെവി ആയിട്ടുള്ളത് യൂസ് ചെയ്യാതിരിക്കുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അപ്പോഴും തോന്നുകയാണ്, ഇപ്പോൾ റൗണ്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ റൗണ്ടർ ആയിട്ട് തോന്നുന്നുണ്ട്, കുറച്ചും കൂടെ ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്, അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ടിയർ ഡ്രോപ്സ് സ്റ്റൈലിലുള്ള ഈ പറഞ്ഞ പോലെ നെക്ലസ് ആണെങ്കിലും ഇയറിംഗ്സ് ആണെങ്കിലും ചൂസ് ചെയ്യുക. ടിയർ ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ ഒരു ചെറിയ ഹാങ്ങിങ്സ് പോലെ വരുന്നുണ്ടാവും, ബട്ട് അത് ഭയങ്കര വലുതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ബാലൻസ്ഡ് ഔട്ട് ആയിട്ടിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റർ ആയിട്ടും ഫീൽ ചെയ്യും. ഇനി മറ്റൊരു ജനറൽ റൂൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫേസിന് ആക്ച്വലി കൂടുതലായിട്ടും റൗണ്ടഡ് ഫീച്ചേഴ്സ് ആണുള്ളതെങ്കിൽ, അതായത് മൊത്തത്തിലൊന്ന് ഉരുണ്ടിരിക്കുന്ന പോലെയാണ്, കണ്ണുരുണ്ടാണ് ഇരിക്കുന്നത്, മൂക്കുരുണ്ടാണ് ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പേൾ ഇയറിംഗ്സോ അല്ലെങ്കിൽ പേൾ നെക്ലസസോ നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക. അത് കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് തരാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ളവർ അത് അവോയ്ഡ് ചെയ്യുക. നേരെ മറിച്ച് ഇപ്പോൾ കുറച്ച് ഭയങ്കര ആംഗുലർ രീതിയിലുള്ള ഫീച്ചേഴ്സാണ് കൂടുതലായിട്ടുള്ളത്, ഭയങ്കര ഷാർപ്പ് ഫീച്ചേഴ്സാണ്, ഫേസ് ഒക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര എല്ലാ ഫീച്ചേഴ്സും ഇങ്ങനെ എടുത്തെടുത്ത് നിൽക്കുന്നു, ഭയങ്കര ഷാർപ്പാണ്, ജോ ലൈനൊക്കെ ഭയങ്കര ഷാർപ്പാണ്,
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി അതൊന്ന് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പേൾ ഇയറിംഗ്സോ അല്ലെങ്കിൽ പേൾ നെക്ലസസോ ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെയുള്ള മറ്റൊരു റൂളാണ് നമ്മളുടെ സ്ലീവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അതായത് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ഔട്ട്ഫിറ്റ്സ് ഇടുന്ന സമയത്ത് നമ്മുടെ സ്ലീവ്സ് കുറച്ച് ഭയങ്കര ഡ്രമാറ്റിക് ആണ്, അല്ലെങ്കിൽ കുറച്ച് പഫ് സ്ലീവ് ആണ്, അല്ലെങ്കിൽ കുറച്ചധികം വോളിയം ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ലീവ്സ് ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഒരു നെക്ലസ് അതിൻ്റെ കൂടെ പെയർ ചെയ്യാതിരിക്കുക. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ആ സമയത്ത് ഇയറിംഗ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു അതായത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു പഫ് സ്ലീവും അല്ലെങ്കിൽ സ്ലീവ്സും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു നെക്ലസും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ക്ലാഷി ആവാൻ കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഐബ്രോസ് ആൻഡ് ലിപ്സ്റ്റിക് റിലേറ്റഡ് ആണ്. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, നോർമലി ഹെയറിന്റെ കാര്യം പോലെ തന്നെ ഫേസിനെ ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഐബ്രോസ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐബ്രോസ് നമ്മൾ എപ്പോഴും അതിന്റെ ഷേപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കണ്ണിനേക്കാളും ചെറുതായിരിക്കാൻ പാടില്ല ഐബ്രോസ് നീളത്തിന്റെ കാര്യം. അതായത് നമ്മൾ നോർമലി ഐസ് എന്ന് പറയുന്നത് ഇവിടെ വരെയാണ് ഉള്ളതെങ്കിൽ അതിനെ അത്യാവശ്യം കവർ ചെയ്യുന്ന രീതിയിൽ അതിന് അത്രയെങ്കിലും ലെങ്തിയർ ആയിട്ടുള്ള ഐബ്രോസ് വേണം എപ്പോഴും നോക്കാൻ. അതല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫേസ് കുറച്ചും കൂടെ ക്ലോസ് ആയതുപോലെ ഫീൽ ചെയ്യും. അത് കുറച്ചും കൂടെ ഒരു ക്രൂവൽ ലുക്ക് തരുന്നതാണ് കൂടുതൽ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഓൾസോ നിങ്ങളുടെ കണ്ണ് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നതിൽ, ക്ലോസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു ഭാഗത്തേക്ക് കൂടുതൽ അടുത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഐബ്രോസിന്റെ ഭാഗത്ത് കുറച്ച് വിട്ട് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അപ്പം മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം കുറച്ചധികം വളരെ ലൈറ്റ് ആയിട്ടോ ഭയങ്കര പെയിൽ ആയിട്ടോ വേണം അത് ഫില്ല് ചെയ്യാൻ. ബാക്കിയുള്ള സ്ഥലത്തേക്ക് ആക്ച്വലി ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടും കൊടുക്കുക. അതായത് ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വേണം എപ്പോഴും ഷേപ്പ് കറക്റ്റ് ആയിട്ട് വെക്കാൻ. ഈ ഒരു മിഡ് ഏരിയ അല്ലെങ്കിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര പെയിലായിട്ടോ അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് ആയിട്ടോ വേണം ഫില്ല് ചെയ്യാൻ. എനിക്കറിയാം ഐബ്രോസിന്റെ കാര്യത്തിൽ കൂടുതൽ സമയത്ത് നമ്മളല്ല എപ്പോഴും ഡിസിഷൻ എടുക്കാറുള്ളത്. അതായത് നമ്മൾ പാർലറിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും അത് ത്രെഡ് ചെയ്ത് മാറ്റുക. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നോർമലി നമ്മുടെ ഒരു പെന്നില്ലേ, നമ്മുടെ ബോൾ പെൻ, അങ്ങനെ ഏതെങ്കിലും ഒരു പെന്ന് കയ്യിൽ കൊണ്ടുപോവുക. ആൻഡ് പെൻ കൊണ്ടുപോയിട്ട് പാർലറിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിലും ജസ്റ്റ് ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുക. പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ആ ഷേപ്പിന് പുറത്തിരിക്കുന്ന ഭാഗത്ത്, അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള എവിടെ ഹെയർസ് ഉണ്ടോ ആ ഹെയർസ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് പാർലറിലുള്ളവരോട് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഡ്രമാറ്റിക് ആയി പോവില്ല ഐബ്രോസ് ത്രെഡ് ചെയ്ത് കഴിയുമ്പോൾ. അടുത്തത് ലിപ്സ്റ്റിക്കിന്റെ കാര്യമാണ്. ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഭയങ്കര തിന്നായിട്ടുള്ള ഭയങ്കര ചെറിയ ലിപ്സ് ആണെങ്കിൽ അത് കുറച്ച് ഫുള്ളറായിട്ട് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് കളർ ആയിട്ടുള്ള ലിപ് ഷെയ്ഡ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലൈറ്റ് കളർ ലിപ്സ്റ്റിക്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലൈറ്റ് കളർ എന്ന് പറയുമ്പോൾ നോർമലി ന്യൂഡ് ലിപ്സ്റ്റിക്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ന്യൂഡ് ലിപ്സ്റ്റിക്സ് തീരെ ചേരുന്നില്ല അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അതിന്റെ പുറത്തൊരു ഗ്ലോസും കൂടെ അപ്ലൈ ചെയ്താൽ, ഗ്ലോസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഫുള്ളറായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഒരു പ്ലംപി എഫക്റ്റ് തരും, ലിപ്സിലേക്ക് ഫോക്കസ് വരികയും ചെയ്യും. ഗ്ലോസ് പെട്ടെന്ന് ലിപ്സിൽ നിന്ന് പോകുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ മെയ്ബലിന്റെ ഇങ്ക് വിനൈൽ ലിപ്സ്റ്റിക്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ആക്ച്വലി ന്യൂഡ് കളേഴ്സ് ഉണ്ട്, കുറച്ച് ഡാർക്കർ കളേഴ്സ് ഉണ്ട്, കുറച്ച് ബ്രൈറ്റർ കളേഴ്സ് ഉണ്ട്, എല്ലാ ഷെയ്ഡ് റേഞ്ചസും അതിനകത്തുണ്ട്. നേരെ മറിച്ച് ഭയങ്കര വലുതാണ് ലിപ്സ് എങ്കിൽ, ലിപ്സ് കുറച്ച് വലുതായിട്ടുള്ളത് അങ്ങനെ കാണിക്കേണ്ടതില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡാർക്കർ ഷെയ്ഡ്സിലൊക്കെയുള്ള ലിപ്സ്റ്റിക്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം എനിക്കറിയാം കൂടുതൽ പേർക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ട് തോന്നും. അതായത് ഭയങ്കര ഡാർക്കർ കളേഴ്സൊക്കെ ലിപ്സിലേക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ്സ് എപ്പോഴും ഭയങ്കര ഹൈലൈറ്റഡ് ആയി പോവും എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. പക്ഷേ ലിപ്സ് ഹൈലൈറ്റഡ് ആയി പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ തിന്നറായിട്ട് അത് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒരു അട്രാക്റ്റീവ് പോയിന്റ്. ഇപ്പോൾ ലിപ് ലൈനേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തിന്നർ ലിപ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ആക്ച്വലി ലിപ്സ് കുറച്ച് ചെറുതായിട്ട് കാണിക്കണം, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ് ലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അപ്പോൾ ഏത് ലിപ്പാണോ കുറച്ച് ചെറുതായിട്ട് കാണിക്കേണ്ടതുള്ളത് ആ ഒരു ലിപ്പിന് അകത്ത് കൂടി ലൈൻ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രശ്നം കുറേയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ലിപ്സ് കുറച്ചും കൂടി തിന്നറായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി അതല്ല ഫുള്ളറായിട്ടാണ് ഫീൽ ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഏത് കളർ ലിപ്സ്റ്റിക് ആണോ ചൂസ് ചെയ്യുന്നത് ആ കളറിൽ തന്നെ ലിപ് ലൈനേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്കറിയാം കുറേ പേരൊക്കെ എപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യം കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ലിപ് ലൈനേഴ്സ് വേണം എപ്പോഴും ചൂസ് ചെയ്യാൻ, ഔട്ടർ കോർണർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ എന്നുള്ളത്. പക്ഷേ അത് ഫുള്ളറായിട്ടുള്ള ലിപ്സ് ആയിട്ട് എപ്പോഴും ഇരിക്കാനുള്ള ഒരു ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നാച്ചുറലി ഭയങ്കര ഫുള്ളറായിട്ടുള്ള ലിപ്സ് തോന്നണം എന്നുണ്ടെങ്കിൽ ഒരേ കളറിലുള്ള ലിപ്സ്റ്റിക്സും ഒരേ കളറിലുള്ള ലിപ് ലൈനേഴ്സും ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി അടുത്തത് സ്പെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അതായത് സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ടും ഹെൽപ്ഫുൾ ആവുക. സ്പെക്സ് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ഈവൻ സൺഗ്ലാസസിൽ പോലും ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഐബ്രോസിന് താഴെ നിൽക്കണം എപ്പോഴും സ്പെക്സ് യൂസ് ചെയ്യുമ്പോൾ. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നോസ്ട്രിൽസിന് തൊട്ട് മുകളിൽ നിൽക്കണം, അതായത് ഈ ഒരു ഭാഗത്ത് നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആക്ച്വലി ഫേഷ്യൽ ഹാർമണി കറക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അതായത് ഫേസ് എപ്പോഴും ഭയങ്കര പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഐബ്രോസിന് താഴെ ആയിരിക്കണം സ്പെക്സ് നിൽക്കേണ്ടത്, അതേപോലെ തന്നെ നോസ്ട്രിൽസിന് ജസ്റ്റ് മുകളിലായിരിക്കണം നിൽക്കേണ്ടത്.
നോക്കേണ്ടത്. പിന്നെ അതിന്റെ കൂടെ എപ്പോഴും ചീക്ക് ബോൺസിന്റെ അവിടെ നിന്ന് സ്പെക്സിലേക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും കൂടി നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ ആക്ച്വലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫേസിന്റെ ഷേപ്പ് ഏതാണെന്ന് അറിഞ്ഞില്ലെങ്കിലും ബോഡി ഷേപ്പ് ഏതാണെന്ന് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് പ്രപ്പോർഷൻ വൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്തു പോകാവുന്നതാണ്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടും ഭയങ്കര പുട്ടുകതർ ആയിട്ടും ഇരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ ബൈ, ലവ് യു.